നമസ്കാരം. എൻട്രൻസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി ഓൺലൈൻ ആപ്ലിക്കേഷൻ മാർച്ച് 18 മുതൽ മെയ് 5 വരെ. IIM ഇൻഡോറിലെ MBA പ്രവേശനം ഓൺലൈൻ രജിസ്ട്രേഷൻ മാർച്ച് 27 വരെ. മെയ് 12 പരീക്ഷ. USEED 2025 റാങ്ക് അനുസരിച്ച് IIT-കളിലെ ഡിസൈനിങ് പ്രോഗ്രാമിലേക്ക് മാർച്ച് 31 വരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാം. BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ പ്രവേശനം കേരളത്തിൽ ഈ വർഷവും +2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ. വാർത്തകൾ വിശദമായി. 2025-26 അധ്യയന വർഷത്തെ BSc MSc ഫോറൻസിക് സയൻസ് പഠനത്തിനായുള്ള NFSUവിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ മാർച്ച് 18 ആരംഭിക്കുന്നു. മെയ് 5 വരെ nfsu.ac.in/admissions എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. ഇനി റിപ്പോർട്ടിലേക്ക്. NFSU ഫോറൻസിക് സയൻസ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 2025-26 അധ്യയന വർഷത്തിലേക്കുള്ള നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയിലെ വിവിധ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലേക്ക് മാർച്ച് 18 മുതൽ അപേക്ഷിക്കാം. മെയ് 5 വരെ nfsu.ac.in/admissions എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. BSc MSc ഫോറൻസിക് സയൻസ്, BTech MTech സൈബർ ഫോറൻസിക്, BA MA ക്രിമിനോളജി, BBA MBA LLB തുടങ്ങിയ 5 കോഴ്സുകളിലേക്കാണ് പ്രവേശനം. ഫോറൻസിക് സയൻസിന്റെ വിവിധ മേഖലകളായ ഫോറൻസിക് ഫിസിക്സ്, ഫോറൻസിക് കെമിസ്ട്രി, ഫോറൻസിക് ബയോളജി, ഫോറൻസിക് സൈബർ എന്നിവയിൽ ആഴത്തിലുള്ള പഠനം ഈ പ്രോഗ്രാമിലൂടെ ലഭ്യമാകുന്നു. നല്ല മനസാന്നിധ്യവും ആപ്റ്റിറ്റ്യൂഡ് അനാലിസിസ് കഴിവുമുള്ള വിദ്യാർത്ഥികൾക്ക് ഫോറൻസിക് സയൻസിന്റെ വ്യത്യസ്തമായ 4 മേഖലകളെ വിശദമായി പഠിക്കുവാൻ സാധിക്കുന്നതാണ് ഈ പ്രോഗ്രാം. ഫോറൻസിക് സയൻസ് പ്രോഗ്രാമിലേക്കുള്ള പ്രവേശന പരീക്ഷയിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, ജനറൽ നോളജ് എന്നീ വിഷയങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ 2009 സ്ഥാപിതമായ NFSU ഫോറൻസിക് സയൻസ് വിദ്യാഭ്യാസ രംഗത്ത് മുൻനിര സ്ഥാപനമാണ്. ഗാന്ധിനഗർ, ഡൽഹി, ത്രിപുര, ഗോവ, ഭോപ്പാൽ, പൂനെ, ധാർവാഡ്, മണിപ്പൂർ, ഗൗഹാത്തി, ഭുവനേശ്വർ, ചെന്നൈ, റായ്പൂർ, ജയ്പൂർ, നാഗ്പൂർ എന്നിവിടങ്ങളിലാണ് NFSU ക്യാമ്പസുകൾ സ്ഥിതി ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി nfsu.ac.in/admissions എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻഡോറിൽ +2 ജയിച്ചവർക്ക് 5 വർഷത്തെ സംയോജിത മാനേജ്മെന്റ് പ്രോഗ്രാമിന് അവസരമൊരുക്കുന്നു. 2023, 24, 25 വർഷങ്ങളൊന്നിൽ +2 ജയിച്ചവർക്കാണ് MBA പ്രവേശനം. തിരുവനന്തപുരം, കോഴിക്കോട്, ബംഗളൂരു, ചെന്നൈ, ഡൽഹി, മുംബൈ ഉൾപ്പെടെ 34 കേന്ദ്രങ്ങളിൽ ജൂൺ 16 അഭിരുചി പരീക്ഷ. കൂടുതൽ വിവരങ്ങൾക്കായി IIMIDR.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. IIT-കളിലെ ബാച്ചിലർ ഓഫ് ഡിസൈനിങ് പ്രോഗ്രാമിന് പ്രവേശനം ലഭിക്കുന്ന ജനുവരി 19 നടന്ന USEED എൻട്രൻസ് എക്സാമിൻ്റെ റാങ്ക് അനുസരിച്ച് USEED.iitb.ac.in എന്ന വെബ്സൈറ്റിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. മാർച്ച് 31 അവസാന തീയതി. ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് ബാച്ചിലർ ഓഫ് ഡിസൈൻ പ്രോഗ്രാമിന് ബോംബെ 37, ഡൽഹി 20, ഗുവാഹത്തി 56, ഹൈദരാബാദ് 30, റൂർക്കി 20, ഇൻഡോർ 16 എന്നീ IIT സീറ്റുകളിലെയും ജബൽപൂർ IIITയിൽ 66 സീറ്റുകളിലേക്കും പ്രവേശനം ലഭിക്കും. ആദ്യ അലോട്ട്മെൻറ്റ് ഏപ്രിൽ 21 പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. 7000 BSc നഴ്സിംഗ് സീറ്റുകളാണ് കേരളത്തിൽ ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും മാനേജ്മെൻറ്റ് കോട്ടയിലുമുള്ളത്. MLTS, ഒപ്റ്റോമെട്രി, ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി എന്നിങ്ങനെ 11 പാരാമെഡിക്കൽ പ്രോഗ്രാമുകൾക്ക് 1000-ലധികം സീറ്റുകളുമുണ്ട്. ഈ സീറ്റുകളിലെല്ലാം പ്രവേശനം അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുടെ +2 മാർക്കാണ് പരിഗണിക്കുക. വിശദാംശങ്ങളുമായി ശ്രീദേവി നമ്മോടൊപ്പം ചേരുന്നു. കേരളത്തിൽ പാരാമെഡിക്കൽ പ്രവേശനത്തിന് +2 മാർക്ക് മാനദണ്ഡം. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ നിർദ്ദേശം അവഗണിച്ച് സംസ്ഥാനം. കേരളത്തിൽ ഈ വർഷത്തെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശന നടപടികൾ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നടക്കും. 7000 BSc നഴ്സിംഗ് സീറ്റുകളാണ് ഗവൺമെന്റ്, സ്വകാര്യ മാനേജ്മെന്റ് കോട്ടകളിലായി സംസ്ഥാനത്തുള്ളത്. MLTS, ഒപ്റ്റോമെട്രി, ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി തുടങ്ങിയ 11 പാരാമെഡിക്കൽ പ്രോഗ്രാമുകൾക്കായി 1000-ലധികം സീറ്റുകളും ലഭ്യമാണ്. മെയ്, ജൂൺ മാസങ്ങളിൽ IBS സെന്ററിന്റെ വെബ്സൈറ്റ് വഴി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കേരളത്തിൽ +2-ന് CBSE, ISE, സ്റ്റേറ്റ് സിലബസ് എന്നിങ്ങനെ വിവിധ ബോർഡുകളിലെ വിദ്യാർത്ഥികളും വിവിധ വർഷങ്ങളിൽ പരീക്ഷ എഴുതിയവരുമുണ്ട്. അതിനാൽ തന്നെ സർക്കാർ മേഖലയിലെ സംവരണ സീറ്റുകളിലേക്കുള്ള പ്രവേശനത്തിന് ബോർഡ് പരീക്ഷാ മാർക്ക് മാത്രം മാനദണ്ഡമാക്കുന്നതിലെ അവ്യക്തത നിലനിൽക്കുന്നു.
ഈ സാഹചര്യത്തിൽ ജൂൺ 15-ന് പ്രവേശന പരീക്ഷ നടത്തണമെന്നും ഓഗസ്റ്റ് 1-ന് പ്രവേശന നടപടികൾ ആരംഭിക്കണമെന്നും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വർഷവും കേരളത്തിൽ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പ്രവേശന നടപടികൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.